നമസ്കാരം. DGPയെ കേരള സർക്കാരിന് ഇഷ്ടമുള്ള വിധത്തിൽ നിയമിക്കാനാകില്ല. വരാൻ പോകുന്ന DGP ആരായാലും ചട്ടങ്ങളും മറ്റും മറികടന്ന് മന്ത്രിസഭ ചേർന്ന് തീരുമാനമെടുക്കാനാകില്ല. സർക്കാരിന്റെ ഈ ആഗ്രഹത്തിന് സുപ്രീം കോടതി തടയിട്ടു. DGP നിയമനത്തിൽ ഇളവ് അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. ഇഷ്ടമുള്ള വിധത്തിൽ DGPയെ നിയമിച്ച് പോലീസിനെ വരുതിക്ക് നിർത്തുന്ന സർക്കാരുകൾക്ക് മുമ്പ് സുപ്രീം കോടതി മൂക്കുകയറിട്ടിരുന്നു. പോലീസ് മേധാവിയെ നിയമിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ നിയന്ത്രിച്ച വിധി നേരത്തെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു. UPSC തയ്യാറാക്കുന്ന പാനലിൽ നിന്ന് ഒരാളെ പോലീസ് മേധാവിയായി നിയമിക്കണമെന്ന രീതിയിലായിരുന്നു ഉത്തരവ്. അതായത് സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി തിരഞ്ഞെടുക്കാനാകില്ല. പോലീസ് മേധാവിയെ നിയമിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ നിയന്ത്രിച്ച വിധിയിൽ ഭേദഗതി തേടിയാണ് സംസ്ഥാന സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ കേരള സർക്കാരിന്റെ ഈ ആവശ്യം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. PSC തയ്യാറാക്കുന്ന പാനലിൽ നിന്ന് ഒരാളെ പോലീസ് മേധാവിയായി നിയമിക്കണമെന്ന തീരുമാനത്തിൽ മാറ്റമില്ല. അതിൽ ഭേദഗതി വരുത്താൻ പറ്റില്ലെന്ന് സുപ്രീം കോടതി കേരള സർക്കാരിന് നിർദ്ദേശം നൽകി. ഇതോടെ ഇഷ്ടമുള്ള ആളെ പോലീസ് മേധാവിയാക്കാൻ കേരള സർക്കാരിന് സാധിക്കില്ല. DGP ബെഹ്റയുടെ കാലാവധി തീരുമ്പോൾ PSC തയ്യാറാക്കുന്ന 3 അംഗ ലിസ്റ്റിൽ നിന്ന് ഒരാളെ DGP ആക്കുകയേ കേരള സർക്കാരിന് ഇനി നിർവാഹമുള്ളൂ. പോലീസിനെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് പല സംസ്ഥാനത്തും ദുരുപയോഗം ചെയ്യുകയും DGPമാർ സംസ്ഥാന സർക്കാരുകളുടെ ഏജന്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കാനാണിത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.